സംബന്ധിച്ചിടത്തോളം സിനിമാ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്നല്ല, ഞങ്ങളുടെ ബന്ധുക്കളിൽ പോലും ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങളൊരു ബേസിക്കലി കൃഷിക്കാരാണ്. സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് SB കോളേജ് ചങ്ങനാശ്ശേരി അവിടെ വന്നു. അപ്പോൾ എൻ്റെ ഫാദറിന് എന്നെ ഒരു എൻജിനീയർ ആക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് ഞാൻ ഇവിടെ എത്തുന്നു, SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ. ആക്ച്വലി അവിടുന്നാണ് സിനിമ എന്ന് പറയുന്ന ആ ഒരു മായാ ലോകത്തേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ അട്രാക്റ്റഡ് ആകുന്നത്. അപ്പം എന്താണെന്ന് പോലും സിനിമ അത് ആ ലോകം എന്താണെന്ന് പോലും അറിയാതെ എൻ്റെ ഒരു കസിൻ്റെയും ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെയും സംസാരങ്ങളിലൂടെ ഞാൻ സിനിമയിലേക്ക് ആകർഷിക്കപ്പെട്ട് കയറിയതാണ്. പ്രീ ഡിഗ്രിക്ക് SB പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കൂടുതൽ സമയവും സിനിമ തിയേറ്ററിലായിരുന്നു, ക്ലാസ്സുകളിലേക്കാൾ കൂടുതൽ. അന്ന് സിനിമയുടെ ഡയറക്ഷൻ സംവിധാനം എന്ന് പറയുന്ന ആ ഒരു ഏരിയയെക്കുറിച്ച് എൻ്റെ കസിനും സുഹൃത്തും ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ നടുക്കിരുന്ന് ഇത് കേട്ട് ഇതിലേക്ക് താല്പര്യം ഉണ്ടായതാണ് സത്യം പറഞ്ഞാൽ. അതിനു മുമ്പ് കഥകളെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ കഥകളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഓരോ സിനിമ കണ്ട് തന്നെയാണ് ഞാൻ സിനിമയെക്കുറിച്ച് പഠിച്ചത്. പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈ പറഞ്ഞ കസിനും സുഹൃത്തും വേറെ എൻജിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. കാരണം അവരുടെ വീട്ടിൽ ഇത് അവതരിപ്പിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല. ഞാൻ ഈ സംഭവം എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചു. എൻ്റെ ഒരു വീട്ടിൽ പ്രത്യേകം വെച്ചാൽ നമുക്കെന്താണ് വേണ്ടത് അത് ചൂസ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എൻജിനീയർ ആക്കണമെന്ന് ആഗ്രഹിച്ച എൻ്റെ പിതാവ് തന്നെ, നിനക്ക് സിനിമ ആണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിനിമ പൊക്കോ, പക്ഷേ ഒരു ബേസിക് ഡിഗ്രി വേണം, ആ ഡിഗ്രിയുടെ കഴിഞ്ഞിട്ട് പൊക്കോ എന്നുള്ളൊരു ലൈനിലേക്ക് വന്നു. അങ്ങനെ അപ്പോൾ പിന്നീട് ആ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി കഥകളെക്കുറിച്ച് പല തരം കഥകൾ മനസ്സിൽ വരുന്നു, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം. അന്ന് തന്നെ ഇതെങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് എന്താണ്, ഇതൊന്നും സിനിമയിലേക്ക് വരാത്ത എനിക്കറിയില്ല. അന്നൊക്കെ ഈ MT വാസുദേവൻ സാറുടെയും നമ്മുടെ പത്മരാജ് സാറിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് ബുക്ക് ഫോമിൽ ഇറങ്ങിയത് വായിക്കുകയും അതിനെ തുടർന്ന് ആ ഒരു വായിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് ആദ്യം ഒരു സീരിയലിനുള്ള സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ചു. ഒരു 13 എപ്പിസോഡ്, അന്നൊക്കെ ദൂരദർശനിൽ 13 എപ്പിസോഡാണ്. കുറേ നാളുകൾക്ക് ഡിഗ്രി കഴിഞ്ഞു, കുറേ നാളുകൾക്ക് ശ്രമം ഇത് എങ്ങനെയെങ്കിലും ഒരു സീരിയൽ ആക്കാനായിട്ട്. അത് നടന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അത് കത്തിച്ച് കളഞ്ഞു ആ സ്ക്രിപ്റ്റ്. അന്ന് എൻ്റെ അമ്മ ചോദിച്ചതിന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നീ കഷ്ടപ്പെട്ട് എഴുതിയല്ലേടാ, നീ എന്തിനാ അത് കത്തിച്ച് കളഞ്ഞു. മനസ്സിൽ പല കഥകളുണ്ടായിരുന്നെങ്കിലും ഡിറ്റക്റ്റീവ് സെലക്ട് ചെയ്യാനൊരു കാരണമുണ്ട്. കാരണം ഞാൻ എന്നും വിശ്വസിച്ചിരുന്ന കാര്യം, സിനിമ ഒരു കഥ പറയുന്നു, അല്ലെങ്കിൽ സിനിമയായിട്ടോ അല്ലെങ്കിൽ ഓറലായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ബുക്ക് വായിക്കുകയോ എങ്ങനെയാണെങ്കിലും ഒരു കഥ നമ്മളെ പിടിച്ചിരുത്തുന്നത് അതിനൊരു ക്യൂരിയോസിറ്റി എന്നുള്ളൊരു ഫാക്ടർ ഉള്ളപ്പോഴാണ്. അപ്പോൾ ഒരു കുറ്റാന്വേഷണ സിനിമയ്ക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. പ്രത്യേകിച്ചും CBI ഡയറക്കുറിപ്പ് പോലത്തെയുള്ള സിനിമകളൊക്കെ ഇറങ്ങി അതൊരു വൻ വിജയമായിട്ട് നിൽക്കുന്നു. സ്ത്രീകളടക്കം എൻജോയ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് ഇൻവെസ്റ്റിഗേഷൻ. കാരണം എല്ലാ മനുഷ്യനിലും ഉള്ള ഒരു ഇതാണ് ഈ എന്താണെന്നറിയാനുള്ള ഒരു ആകാംക്ഷ. അപ്പോൾ ഒരു കഥ പറച്ചിലിൻ്റെ ഏറ്റവും വലിയൊരു പിടിച്ചിരുത്തുന്ന ഒരു ഫാക്ടർ അത് തന്നെയാണ്. അതൊരു കുറ്റാന്വേഷണ സിനിമ വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഡബിൾ ചെയ്യും. അപ്പോൾ ഞാൻ ഓർത്തു, ഒരു ആദ്യ സിനിമ എന്നുള്ള നിലയിൽ ആൾക്കാരിലേക്ക് ഒരു പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ ആൾക്കാരെ ത്രസിപ്പിക്കുന്ന ഒരു സിനിമ ചെയ്യണം. അങ്ങനത്തെ ഒരു ചിന്താഗതിയും കൂടെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ സ്വതസിദ്ധമായ രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, എൻ്റെ അതിനോടുള്ളൊരു അങ്ങനത്തെ സബ്ജക്റ്റുകളോട് കഥകളോടുള്ളൊരു ഇഷ്ടവും ആവാം ഈ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നൊരു സിനിമയെ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്.
സുരേഷ് ഗോപിയുടെ ഒരു സിനിമ ഏതോ ഒരു ജിത്തു ജോസഫ് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്തു. പേര് ഡിറ്റക്റ്റീവ്. ഒരു ഫാമിലി എന്തിനാണ് സിനിമ കാണാൻ വരണം? കാരണം സുരേഷ് ഗോപി അതുവരെ ചെയ്യുന്ന കുറ്റാന്വേഷണ സിനിമകളോ അല്ലെങ്കിൽ പോലീസ് വേഷങ്ങൾ മുഴുവൻ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഭയങ്കര ഹെവി ആക്ഷൻ ബേസ്ഡ് സിനിമകളാണ്. അപ്പം ഫാമിലിക്ക് വരണമെങ്കിൽ ഒന്നെങ്കിൽ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലി ആണെങ്കിൽ അവരിതിന് വരുള്ളൂ. ബാക്കി മജോറിറ്റിയും ഈ ഭയങ്കര ഹെവി ഡയലോഗ്സും പറയുന്ന അങ്ങനത്തെ ഒരു പാറ്റേൺ അവർ കണ്ടു. അതിൽ നിന്നും വ്യത്യസ്തമായൊരു സിനിമ ആണെങ്കിൽ മാത്രമേ അവർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെന്ന് വെച്ചു. പക്ഷേ ഡിറ്റക്റ്റീവ് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ അത് എങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കും? ഇതങ്ങനെ ഒരു സിനിമയല്ല. ഇന്നത്തെ പോലെ ഫേസ്ബുക്കോ അങ്ങനെയുള്ള മീഡിയ ഒന്നും അത്ര സജീവമായിട്ടില്ല. ആകപ്പാടെ TV ഇൻ്റർവ്യൂകളോ ട്രെയിലേഴ്സ് ഇങ്ങനെയുള്ള ഇതിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് പോലും പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക് ഈവൻ ആയിട്ടുള്ളൊരു സിനിമയാണ്. അന്ന് ആ പടം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഏതൊരു തിയേറ്ററിൽ മാത്രം 60 ദിവസം അടുപ്പിച്ചുകൊണ്ട് ഓടി. ബാക്കി പലയിടത്തും എറണാകുളത്തൊക്കെ 4th വീക്ക് ആ പടം മാറ്റി. കാരണം ആളില്ല. ചെറുപ്പക്കാരെല്ലാം വന്ന് കണ്ടു. അതും അവർ പോലും കണ്ടത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ്. അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ കിട്ടി. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർക്ക് സാമ്പത്തികമായ നഷ്ടം വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ മെമ്മറീസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞു, ഇപ്പോഴാണ് ഡിറ്റക്റ്റീവ് ഇറങ്ങുന്നതെങ്കിൽ അത് വേറൊരു ലെവലിൽ പോകേണ്ട സിനിമയായിരുന്നു. തീർച്ചയായിട്ടും പല രീതിയിൽ. ഒന്ന് മേക്കിംഗ് രീതിയിലും 40 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്താലുണ്ടാകാവുന്ന ഒരു മേക്കിംഗ് വ്യത്യാസം അത് ഭയങ്കരം തന്നെയാണ്. ഒരു സിനിമ അത്രയും പെട്ടെന്ന് 28 ദിവസം കൊണ്ട് അടിച്ചു തീർക്കുക എന്ന് പറയുമ്പോൾ അത് ക്വാളിറ്റിയെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് സാധ്യതകൾ. രണ്ടാമത് ഇപ്പോൾ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടറെ അല്ല റൈറ്ററെ ഫാമിലി അടക്കമുള്ള അല്ലെങ്കിൽ ഓഡിയൻസിന് അറിയാം. അപ്പോൾ ഇപ്പോഴാണ് ആ സിനിമ ഇറങ്ങുന്നതെങ്കിൽ അതൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാവും എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അറിയില്ല, ആയിരിക്കാം. 100% സിനിമയെ ഇൻഫ്ലുവൻസ്ഡ് ആവും, ഒരു സംശയം വേണ്ട. ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പം ഭയങ്കരമായൊരു കോൺട്രവേഴ്സി ആയിരുന്നു. ഇതിന് ക്രൈമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്നു. ഞാനതിന് ഒരു കാര്യത്തിൽ എതിർപ്പ് പറഞ്ഞുള്ളൂ. ദൃശ്യം മാത്രമല്ല, എല്ലാ സിനിമകളും അതെ. ഇത് ദൃശ്യത്തെ മാത്രം ചെയ്യണ്ട. കാരണം തെറ്റായ അന്ന് ഒരു ദിവസം പറഞ്ഞത് തെറ്റായ ഇത് പറഞ്ഞു. ദൃശ്യമെന്ന് പറയുന്നത് യുവാക്കൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് തെറ്റായ ഒരു ഇത് കൊടുക്കുന്നു. ഒരു ക്രൈം ചെയ്താൽ അത് കവറപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അത് ഉടനെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇത് ചെയ്യണം എന്ന്. തിയററ്റിക്കലി ഇതൊക്കെ ശരി. ഒരൊറ്റ ചോദ്യം എൻ്റെ ഇതാണ്, ഒരു വില്ലൻ സ്വഭാവമുള്ള ഒരാളെ എനിക്ക് നല്ല മനസ്സുണ്ട്, എനിക്ക് പോയി വെടിവെച്ച് കൊല്ലാമെന്നാണോ എൻ്റെ അർത്ഥം? കൊല്ലാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ആരെയായാലും അത് നിയമത്തിലൂടെ നേരിടണം. അല്ലാതെ ദൃശ്യം ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല. എല്ലാ സിനിമയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ ഡൈ ഹാർഡ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ ബ്രൂസ് വില്ലിസ് അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ബ്രൂസ് വില്ലിസ് സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ട്. ഡ്രിങ്ക്സ് കഴിക്കുന്നത്, ചിലർ ഡ്രിങ്ക്സ് കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നും. ചിലർ കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ജന്മത്ത് കഴിക്കരുത് തോന്നും. അതുകൊണ്ട് സിനിമ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. പണ്ട് എൻ്റെ സൂര്യപുത്രി എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടാണ് 3 പെൺകുട്ടികൾ ഇങ്ങനെ യാത്ര ചെയ്യും. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ നല്ലത് മാത്രം ചെയ്തു കാണിക്കുന്നൊരു സിനിമയായിട്ട് കാരണം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ഡിപിക്ഷൻ ഓഫ് ലൈഫാണ്. നമ്മുടെ ജീവിതമാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ കൊലപാതകം നടക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ മോഷണങ്ങൾ നടക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് തന്നെയാണ് സിനിമയും ചെയ്യുന്നത്. ദൃശ്യത്തിൻ്റെ കഥ എഴുതി സംവിധാനം ചെയ്ത് എനിക്ക് ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടി? അത് കിട്ടിയത് വേറെ എങ്ങൊന്നുമല്ല, പത്രത്തിൽ നിന്നാണ്. ഓരോ 1-2 തവണ ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ ഇത് ചെയ്ത ആളെ പിടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പോലീസുകാർ വിവരിച്ചപ്പം അവർ തന്നെ ഈ പത്രത്തിൽ പറഞ്ഞിരുന്നതാണ്. അയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായിട്ട് അയാളുടെ മൊബൈൽ ട്രേസ് ചെയ്തപ്പം മനസ്സിലാക്കാൻ പറ്റി ഇന്ന വഴി ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് ഇങ്ങനൊരു ട്രേസിങ് രീതിയുണ്ട് എന്ന് മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ടും ആ ട്രേസിങ് രീതിയെ നമുക്ക് എങ്ങനെ
മിസ്യൂസ് ചെയ്യാമെന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ആർക്ക് ചിന്തിച്ചാലും അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പോലീസ് ഇത് പുറത്തേക്ക് വിടുന്തോറും ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ആളുകൾ ചിന്തിച്ചു തുടങ്ങും. അത് സിനിമാക്കാരാവാം, റിയൽ ലൈഫിലുള്ള ആൾക്കാരാവാം, എന്ത് വേണേലും ആകാം. പക്ഷെ അത് സിനിമയിൽ കാണിച്ചുകൊണ്ട് ഉടനെ എല്ലാവരും അങ്ങനെയാവണമെന്നില്ല, അങ്ങനെ ടെൻഡൻസി ഉള്ളവരാവും. പക്ഷേ ഒരു കാര്യം ഞാൻ 100% ഞാൻ യോജിക്കുന്നു, സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമ എന്താ പറയുക, അത് നല്ല രീതിയിലും ചീത്ത രീതിയിലും എടുക്കാൻ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ദൃശ്യത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ നടന്ന മുഴുവൻ പ്രശ്നങ്ങളും ഇതുമെല്ലാം ദൃശ്യം കൊണ്ടാണ്, അല്ല ദൃശ്യം അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതോട് എനിക്ക് യോജിക്കാനും പറ്റുന്നില്ല. ഇവിടെയുള്ള എല്ലാ സിനിമകളും അത് എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കോൺട്രവേഴ്സീസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ മനസ്സിലാക്കിയിടത്തോളം സക്സസിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ദൃശ്യത്തിന് ഇറങ്ങിയതിൻ്റെ ഒരു 3-ാം ദിവസം തൊട്ട് അല്ല 2-ാം ദിവസം തൊട്ടുള്ളതാണ് സസ്പെക്ട് എക്സ് എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് അത് ഇൻസ്പയർ ചെയ്തതാണ്. അങ്ങനെയാണ് ചിലരുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഇയാളത് സമ്മതിച്ചേ പറ്റുള്ളൂ എന്ന രീതിയിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല. കാരണം ഞാനത് ഇൻസ്പയർഡ് അല്ല. അത് ഒരു സംഭാഷണത്തിൽ നിന്ന് ഇൻസ്പയർഡാണ്. രണ്ട് ഫാമിലിയെക്കുറിച്ച് ഒരാൾ പറഞ്ഞ ഒരു സിറ്റുവേഷനുണ്ട്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിനകത്ത് നിന്ന് ഒരാൾ സംസാരിച്ചു 2002 അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ളൊരു ഇഷ്യൂ, ഒരു വീട്ടിലെ ചെറുക്കനും ഒരു വീട്ടിലെ പെൺകുട്ടിയും. ഈ രണ്ട് കുടുംബവുമായിട്ട് ഇയാൾക്ക് നല്ല ബന്ധങ്ങളാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, രണ്ടും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, രണ്ടുപേരുടെ ഭാഗത്ത് ശരിയും തെറ്റുമുണ്ട്, ഇതിപ്പോൾ ആരോടെ നിൽക്കും. അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഇതൊരു ഓഡിയൻസിന് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഒരു രസമായിരിക്കുമല്ലോ എന്ന്. പക്ഷേ പല രീതിയിലുള്ള രണ്ട് ഫാമിലിയുടെ കഥകൾ പല രീതിയിൽ വന്നു. പിന്നെ ഞാൻ ഓർത്തൊരു ഭയങ്കര മെലോ ഡ്രാമ രീതിയിലൊരു സിനിമ ചെയ്യേണ്ട, കാരണം അത് ഇപ്പോൾ ആൾക്കാർക്ക് അത് ഇതില്ല. ഹ്യൂമറിൽ ഓൾറെഡി സിദ്ദിഖേട്ടനടക്കം പലരും പല രീതിയിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തോട്ടിൽ പിന്നെ വന്നത് ഒരു കോർട്ട് റൂം ഡ്രാമയാക്കിയാലോ, ഇതൊരു കേസാകുന്നു, അങ്ങനെയൊക്കെ ആലോചിച്ചു. അതിൽ നിന്ന് വീണ്ടും ചിന്തിച്ചാണ് ഇങ്ങനെ ഒരു ക്രൈമിലേക്കും ഇതിലേക്കും വന്നത്. ഇപ്പം ഈ പറയുന്ന സസ്പെക്ട് എക്സ് എന്ന് പറയുന്ന സിനിമ തന്നെ അതിനകത്ത് 2 കൊലപാതകവും, ഒരു കൊലപാതകം മറയ്ക്കാൻ വേണ്ടി വേറൊരു കൊലപാതകവും, അത് ചെയ്യുന്ന അതിൻ്റെ സയൻറ്റിഫിക് സൈഡും ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. ക്ലൈമാക്സിൽ അത് അയാൾ ജയിലിൽ പോകുന്നു, മറ്റേയാൾ കണ്ടുപിടിക്കുന്നു, അപ്പോൾ ഈ പോലീസിന് അന്വേഷണമുണ്ട്. ഇതിനകത്ത് അതൊന്നുമില്ല. ഇതിനകത്ത് എന്താണ്, ഒരു മിസ്സിങ് ചൈൽഡ്, ഒരു കൊലപാതകം നടന്നു, ഇതിനെ സ്വന്തം ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ നടത്തുന്ന റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു തന്ത്രമുണ്ട്. അതൊന്നും സസ്പെക്ട് എക്സിനകത്തില്ല. ദൃശ്യത്തിൻ്റെ എന്താ പറയുക നട്ടല്ലെന്ന് പറയുന്ന റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അയാളുടെ ഒരു ബുദ്ധിയാണ്. ആളുകളെ കൊണ്ട് കള്ളസാക്ഷി അവർ പോലും അറിയാതെ പറയിപ്പിക്കുന്നു. അതാണ് അതിന്റെ കോർ എലമെന്റ്. എടോ, ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് അയാൾ നിങ്ങളുടെ ബസ്സിൽ കയറിയത്. 2-ാം തീയതി ഒരു ധ്യാനം കഴിഞ്ഞ് വരികയാണെന്നും പറഞ്ഞു. അന്ന് പറഞ്ഞ കാര്യങ്ങൾ 25 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കുന്നു എന്നാണ് മാഡം ചോദിച്ചത്. അന്ന് പറഞ്ഞോ എന്ന് ഞാൻ ഓർക്കുന്നില്ല സർ. അപ്പോ താനല്ലേ ധ്യാനത്തിന്റെയും 2-ാം തീയതിയുടെ കാര്യം ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞത്? അല്ല, അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോ പറഞ്ഞതാ. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ്. എവിടെ വെച്ച്? അങ്കിൾ, എല്ലാരും കൂടി അങ്ങോട്ടാ. എന്നെ മനസ്സിലായില്ലേ? ജോർജ് കുട്ടിക്ക് മനസ്സിലായില്ലേ? കഴിഞ്ഞ 2-ാം തീയതി നമ്മളിവിടെ ധ്യാനത്തിന് വന്നില്ലേ? പിറ്റേ ദിവസം 3-ാം തീയതി നമ്മൾ പോയ ബസ്സിലെ കണ്ടക്ടർ. ഇപ്പൊ ഓർക്കുന്നു, 2-ാം തീയതി ധ്യാനം കൂടി 3-ാം തീയതി വൈകിട്ട് നമ്മള് തിരിച്ചു പോയ ബസ്സിലെ കണ്ടക്ടർ. ക്ഷമിക്കണം, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മാമളെ, ശരി. സിനിമ തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. തനിച്ചേ ഉള്ളൂ, ഫാമിലി കൊണ്ടുവന്നില്ലേ? ഇല്ല, തന്നെ ഉള്ളൂ. കഴിഞ്ഞ 2-ാം തീയതി ഒരു ധ്യാനം കൂടാൻ വന്ന, അതാന്ന് ഫാമിലി ആയിട്ട് വന്നത്. ഈ ഫാമിലി ആയിട്ട് വന്നാൽ വലിയ ചെലവാന്ന്. പിറ്റേ ദിവസം 3-ാം തീയതി ഷോപ്പിംഗ് നടത്തി ഇവിടെ വന്ന് സിനിമയും കണ്ട് ഭക്ഷണവും കഴിച്ച് വൈകിട്ടാണ് വീട്ടിൽ പോയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെലവ് ചില്ലറയായിരിക്കുമോ? അത്രയും ദിവസം ആഹാ, ഞങ്ങൾ ധ്യാനത്തിന് പോയി വന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞാണോ ഞങ്ങൾ എന്നാ ധ്യാനത്തിന് പോയത്?
ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച. എന്നാ പോയത്? ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച. 3-ാം തീയതി ഞായറാഴ്ച ഞങ്ങൾ തിരിച്ചു വന്നു. അതിന്റെ പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 4-ാം തീയതി തിങ്കളാഴ്ച ഈ ടാക്സ് അടയ്ക്കാൻ എന്നോട് പറഞ്ഞാണോ? സസ്പെക്ടിക്സിനകത്തുള്ളതൊന്നുമല്ല, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അത് കുറേ ഒരു 100 പേരിൽ 1000 പേര് എന്ന് പറയുകയാണ്. അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല, കാരണം അതല്ല. പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും എഴുതിക്കോട്ടെ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവരെഴുതിക്കോട്ടെ. അത് അതിനകത്തൊന്നും എന്താ പറയുക, മറുപടി പറയാനോ അതിനൊന്നും തർക്കിക്കാനോ ഒന്നും ഞാനില്ല. കാരണം വളരെ സിമ്പിളാണ്, എനിക്കിതാരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. ദൃശ്യവും പാപനാശവും തമ്മിലൊരു വലിയ വ്യത്യാസമൊന്നും ഉണ്ടെന്ന് അവകാശപ്പെടാനില്ല. കാരണം ആ കഥയ്ക്ക് ഭയങ്കരമായൊരു മാറ്റം വരുത്താൻ പറ്റില്ല. അതിനകത്ത് ആപ്പാടെ ഒരു കൾച്ചറൽ ഡിഫറൻസ്, അതിന് അനുയോജ്യമായ ഒരു ചെറിയ മാറ്റങ്ങളെ വരുത്തിയിട്ടുള്ളൂ. പിന്നെ ക്യാരക്ടറൈസേഷനിൽ ആ ക്യാരക്ടറെ ജോർജ് കുട്ടിയെ പോലെ അല്ല സ്വയംഭുലിംഗം. ജോർജ് കുട്ടി ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രശ്നം ഫേസ് ചെയ്യുന്ന രീതിയിലല്ല സ്വയംഭുലിംഗം. ആ ഒരു വ്യത്യാസമാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. കമൽ സാറുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. എന്താ പറയുക, എന്നോട് ഒരു എന്താണ് കമൽ സാറുമായിട്ടുള്ള ഇതിൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചപ്പോൾ ഞാനൊരു സെൻറ്റൻസാണ് പറഞ്ഞത്. ഇറ്റ്സ് ലൈക്ക് an LKG student sitting in front of a college professor. അതാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല നോളജാണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കും, അറിയാൻ മേലാത്തത് അറിയാനുള്ളൊരു ഭയങ്കരമായ ഒരു ക്രേവിങ് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കും. ഇപ്പോഴും ഈ 60-ാമത്തെ വയസ്സിലും അദ്ദേഹത്തിൻ്റെ ഒരു ഫയർ. ഞാൻ സർപ്രൈസ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7:30 ലൊക്കേഷനിൽ സാർ റെഡിയായിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനെ ഞാൻ വരാമെന്ന് പറഞ്ഞു. 7:20 വിത്ത് മേക്കപ്പ് ഹി വാസ് ദെയർ ഓൺ ലൊക്കേഷൻ. പിന്നെ നമ്മുടെ ജോലിയാണ്. അത്രയും വളരെ കംഫർട്ടബിളായിട്ട് അദ്ദേഹം സഹകരിച്ചു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു 25-30 കൊല്ലം എങ്കിലും ത്തിനുള്ളിൽ ഒരു കമലഹാസൻ പടം 40 ദിവസത്തിനുള്ളിൽ തീർന്നുണ്ടായിട്ടുണ്ടാവില്ല. എല്ലാവരും പറയുന്നതാണ് തമിഴ്. എനിക്ക് അത് ഒറ്റ ഷെഡ്യൂൾ പോകേണ്ട സിനിമ, അത് ഇടയ്ക്ക് അദ്ദേഹത്തിനൊരു ഫുഡ് പോയ്സണിങ് വന്നൊരു 2-3 ആഴ്ചത്തെ ബ്രേക്ക് വന്നു. എല്ലാവരും ഒറ്റ സ്ട്രെച്ചിൽ അത് തീരേണ്ട സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണ്. കാരണം അതിൻ്റെ കൂടെ ഞങ്ങളുടെ ആ ഒരു ശ്രമത്തിന് കൂടെ ഒന്ന് സഹകരിച്ച് നിന്നു എന്നുള്ളതാണ്. പിന്നെ ലാലേട്ടനെ പോലെ തന്നെ ഒരു ഡയറക്ടേഴ്സ് ആക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്താണ് സംവിധായകൻ വേണ്ടത്, അതിന് നിന്ന് തരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് അതാ. അപ്പം മറിച്ചായിട്ട് ഞാൻ പലതും കേട്ടതെങ്കിലും എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനോട് എനിക്ക് വളരെ ബഹുമാനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തമായ ഐഡൻറ്റിറ്റി ഉള്ള ഒരാളാണ് അദ്ദേഹം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രണവിനെ സംബന്ധിച്ചിടത്തോളം പ്രണവിൻ്റെ മനസ്സിൽ ചില തീരുമാനങ്ങളുണ്ട്, ചില കാഴ്ചപ്പാടുകളുണ്ട്, അല്ലെങ്കിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലേക്കുള്ള യാത്രയിലാണ് അയാൾ. ഓഫ് കോഴ്സ് എല്ലാ പ്രായത്തിലും ഇപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രായത്തിൽ ഉണ്ടാകുന്നൊരു കൺഫ്യൂഷൻസ് ചെറുതായിട്ടുണ്ടായിരിക്കാം, അതെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എൻ്റെയൊക്കെ ആ ഒരു പ്രായത്തിൽ എൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിനപ്പുറത്തേക്കൊരു തലത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരാളാണ് പ്രണവ്. കാരണം പ്രത്യേകിച്ചും വളരെ ഡൗൺ ടു എർത്താണ്. അവിടെ വന്നു മോഹൻലാൽ എന്ന് പറഞ്ഞ വലിയൊരു നടൻ്റെ മകൻ, പ്രണവിൻ്റെ അങ്കിള് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, ആ ലൊക്കേഷന് വന്നു. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങളുടെ ഹോട്ടലിൽ അവിടെ വന്നു സംസാരിച്ചു, എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ
താമസിക്കുന്ന ലോഡ്ജിലേക്ക് പോകുന്നു. പിന്നെ അവിടെ പോയി അവരുടെ കൂടെ ആണ് പുള്ളി താമസിച്ചതും സഞ്ചരിച്ചതും ജീവിച്ചതും. അതാണ് ഞാൻ ക്വാളിറ്റി ആയിട്ട് കാണുന്നത്. പ്രണവൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതാണ് അതിൻ്റെ കറക്റ്റ് രീതി. അതുകൊണ്ട് തന്നെ പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ മകൻ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പ്രണവ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. പ്രണവ് അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ കെയർ ഓഫിൽ എനിക്ക് ഇന്ന ഇത് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറല്ല പ്രണവ്. അതുകൊണ്ടായിരിക്കാം ഞാൻ ചോദിച്ചു അടുത്ത പടത്തിന് വർക്ക് ചെയ്യുന്ന താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി വരാൻ റെഡിയാണ്. കാരണം ഞാൻ പുള്ളിയെ പ്രണവ് മോഹൻലാലായിട്ടല്ല കാണുന്നത്, വെറും ഒരു പ്രണവായിട്ടാണ് കാണുന്നത്. ഒരു നല്ല ക്വാളിറ്റിയാണത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇത്രയും സുഖ സൗകര്യങ്ങൾ ഇതൊക്കെ ഉള്ളപ്പോൾ ഏത് ലെവലിലേക്കും പോകാമല്ലോ. ഉള്ളിൽ എവിടെയോ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പുള്ളി അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല. ചെറിയ തോതിലൊക്കെ എന്നോടും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, കാരണം അത് പുള്ളിയായിട്ട് പറയേണ്ട പുള്ളിയുടെ പേഴ്സണൽ കാര്യമാണ്. ആ ലക്ഷ്യത്തിലേക്കൊരു യാത്രയിലാണ്. അത് സക്സസ്ഫുള്ളാകും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അധ്വാനിക്കാൻ ഉള്ള ഒരു മനസ്സുണ്ട്, ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടുത്ത പടത്തിന് വിളിച്ചത്. ഞാനൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം ഞാൻ നിൽക്കുന്നത് കമലഹാസൻ എന്ന് പറയുന്ന ഒരു ലിവിങ് ലെജൻഡിൻ്റെ മുമ്പിലാണ്. അദ്ദേഹത്തെ ഡയറക്റ്റ് ചെയ്യുന്നു, അദ്ദേഹമായിട്ട് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. 2 ദിവസമേ അത് ഉണ്ടായിരുന്നുള്ളൂ. കാരണം വെച്ചാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം നമ്മളൊരാളായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. ഞാനിങ്ങനെ കമൽ സാറുമൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കും. എന്നിട്ട് ഞാൻ അറിയാം കമലഹാസൻ്റെ കൂടെ ഞാൻ ഇരിക്കുന്നല്ലേ എന്ന് ഞാൻ സ്വയം ഒന്ന് ഇതൊരു സ്വപ്നമല്ല എന്നുള്ള രീതിയിൽ ഇത് ചെയ്തു. കാരണം അപ്പം ലാലേട്ടനും ഇന്ത്യയിലെ ഒരു എന്താ പറയുക ഒരു ലിവിങ് ലെജൻഡാണ്. പക്ഷേ ലാലേട്ടൻ നമുക്ക് കുറച്ചുകൂടെ ആക്സസ് ആണ്. കാരണം നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ മലയാള സിനിമയിലാണ്, ഇടയ്ക്കിടയ്ക്ക് കാണുന്നു, ഇത് ചെയ്യുന്നു. കമലഹാസൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനൊന്നും കിട്ടുന്നില്ല. കാരണം തമിഴ്നാട്ടിലാണ്, നമുക്ക് ഒരു രീതിയിലും ഒന്നും അറിയില്ല അദ്ദേഹത്തെക്കുറിച്ച്. ലാലേട്ടനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം. അപ്പം അതിൻ്റെ ഒരു ഇതായിരുന്നു. ഇപ്പം ലാലേട്ടനെ പോലെ തന്നെയാണ് കമൽ സാറും എനിക്ക്. കാരണം രണ്ടുപേരും ഒരേപോലെ എന്താ പറയുക നല്ല 2 നടന്മാർ, നല്ല പെരുമാറ്റം, നല്ല കോഓപ്പറേഷൻ. ഒരു സംഭവമുണ്ട് ഭയങ്കര, അതൊരു യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. ദൃശ്യത്തിൻ്റെ ലാലേട്ടൻ്റെ ഫസ്റ്റ് ഷോട്ടുണ്ട്. അതായത് കാറ് കിടക്കുന്നത് ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ എത്തി നോക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ കാറ് കാണുന്നത്. അപ്പോൾ ആ വന്നിങ്ങനെ നോക്കുന്ന ഷോട്ടാണ് ലാലേട്ടൻ്റെ ഫസ്റ്റ് എടുത്തത്. മെമ്മറീസ് പാപനാശം ചാർട്ട് ചെയ്ത് പല രീതി ഡേറ്റുകൾ അങ്ങോട്ട് മാറി മറിഞ്ഞ് ചാർട്ടിങ് എല്ലാം മാറി അവസാനം വന്ന് കമൽ സാറിൻ്റെ ഫസ്റ്റ് ഷോട്ട് ഇതായി മാറി. ഷൂട്ട് ചെയ്യാൻ വന്ന് ലാസ്റ്റ് മിനിറ്റ് വേറെ ഷോട്ടാണ് പ്ലാൻ ചെയ്തത്. ലാസ്റ്റ് മിനിറ്റ് വന്നപ്പോൾ ആ ഷോട്ടിന് പ്രശ്നം പറ്റി. എന്നാൽ ഈ ഷോട്ട് ആദ്യം എടുത്തേക്കാന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾ ഓർത്ത് ഇത് തന്നെയാണല്ലോ, അതൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. ഇതേപോലെ വന്ന് എത്തി നോക്കുന്ന ഷോട്ടായിരുന്നു കമൽ സാറിൻ്റെ ആദ്യത്തെ ഷോട്ട്. ഈ 2 ദിവസത്തും ഒരു പ്രത്യേകതയുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ലാലേട്ടനെ വെച്ച് വർക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കമൽ സാറിനായിട്ട് ഈ പവനാശത്ത് വർക്ക് ചെയ്യുന്നത്. ടെൻഷനുണ്ടായിരുന്നു. 2 പേരും വന്ന് ഭയങ്കര ദൃശ്യത്തിൻ്റെ സമയത്ത് ലാലേട്ടനും പവനാശത്തിൻ്റെ സമയത്ത് കമൽ സാറും വന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകി ഭയങ്കര വന്ന് ജോക്സൊക്കെ അടിച്ച് ഇത് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ 2 പേരും ചെയ്ത ഒരേ കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടി എന്നെ എന്താ പറയുക കംഫർട്ടബിൾ ആക്കിയതവർ. കാരണം അവർക്കറിയാം സ്വാഭാവികമായിട്ടും പുതിയൊരു ഡയറക്ടർ ആദ്യമായിട്ട് വരുന്നു, അപ്കമിങ് ആണ്, അപ്പോൾ ഒരു പേടി, ചിലപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകും. അത് വളരെ കൂളായിട്ട് അവർ ഇടപഴകി അത് ഇല്ലാതാക്കി കളഞ്ഞു. അതേപോലെ അതൊക്കെയാണ് അവരുടെ എനിക്കൊരു ഭയങ്കര ഒരു വലിയ മഹത്വമായിട്ട് തോന്നിയത്. കമൽ സാറ് തീർച്ചയായിട്ടും എന്താ പറയുക ഇനി അങ്ങോട്ട് വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര കംഫർട്ടബിളാണ് ഞാനുമായിട്ടെന്നുള്ള രീതിയിലുള്ള സൂചന എനിക്ക് തന്നു. ഇനി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചും കഴിഞ്ഞു. നല്ലൊരു പ്രൊജക്റ്റിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ആക്ച്വലി എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. ഞാനും ദിലീപും മൈ ബോസിന് ശേഷവും നിൽക്കുന്നു. പക്ഷേ മൈ ബോസ് പോലെയുള്ളൊരു സിനിമയല്ല ഇത്. ഹിലാരിയസ് ആയിട്ടാണ് സിനിമ പറയുന്നത്. ഒരു എൻ്റർടൈനർ തന്നെയാണ് 100%. പക്ഷേ ഒരു മൈ ബോസ് പോലെ ഒരു ഭയങ്കരമായ രീതിയിലുള്ളൊരു കോമഡി അങ്ങനത്തെ ഒരു ഇതല്ല. ഇതിനകത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതിനകത്തെ ക്യാരക്ടറൈസേഷനിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഹ്യൂമറാണ്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിനകത്തൊരു ലൈഫുണ്ട്. അതാണ് പേര് തന്നെ ലൈഫ് ഓഫ് ജോസൂട്ടിന് ഇട്ടത്. ആൻഡ് ഓട്ടോബയോഗ്രഫി എന്ന് ഇട്ടതിന് ഇതങ്ങനെ ഒരു ഓട്ടോബയോഗ്രഫി പോലെയാണ് ഈ കഥയുടെ പ്രസൻറ്റേഷൻ.
ഒരു സംഭവമായിട്ടൊന്നും അല്ല, ഇതൊരു കൊച്ചു കഥയാണ്. അതിനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ചെറിയ തോതിലൊരു ഫാൻറ്റസിയുടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്, ഈ കഥ പറയുന്നത്. എങ്കിലും ഇതിനകത്ത് ഒരുപക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ ചെയ്തെടുക്കാൻ സാധിച്ചാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഉള്ള പല ക്യാരക്ടേഴ്സിനെയും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ചില ക്യാരക്ടർ നമ്മളാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും, അല്ലെ നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള ചില അവസ്ഥകൾ ഇതിനകത്തുണ്ടാവാം. ഇതൊരു സസ്പെൻസോ ത്രില്ലറോ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റോ ഒന്നുമില്ല. ഒരു കൂൾ സിനിമ വന്നു, 2 മണിക്കൂർ ഇരുന്നു, എൻജോയ് ചെയ്തു പോകുന്നു എന്നുള്ള. അതിനകത്ത് കണ്ണ് നിറയാനും ചിരിക്കാനും ഒക്കെയുള്ള മുഹൂർത്തങ്ങളുള്ള ഒരു സിമ്പിൾ സിനിമ.